കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. ആർഎസ്എസ് ബിജെപി പ്രവർത്തകരായ 9 പ്രതികൾക്കും 1 ലക്ഷം രൂപ പിഴയും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. 19 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ വിചാരണ വേളയിൽ മരിച്ചു. വിധിയിൽ ആശ്വാസമെന്ന് റിജിത്തിന്റെ അമ്മയും വധശിക്ഷ നൽകാത്തതിൽ നിരാശയെന്ന് സഹോദരിയും പറഞ്ഞു. വിധി വന്നതിൽ ആശ്വാസമുണ്ട്, സന്തോഷം തോന്നുന്നില്ല മനസ്സിന്. കാരണം നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടൂലല്ലോ, അതൊരിക്കലും തിരിച്ചു തരാനും എനിക്ക് പറ്റൂല. അതുകൊണ്ട് സന്തോഷമൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആശ്വാസമുണ്ട്. അതിനുവേണ്ടി കാത്തിരുന്ന അവൻ്റെ അച്ഛൻ മരണം മാനസികമായി തകർന്നൊരു മരണമായിരുന്നു. അല്ലാണ്ട് രോഗം വന്നിട്ട് മരിച്ച ഒരാളല്ല. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ച 2 കുട്ടികളുണ്ട്, അജേഷും ജയേഷും. ഇവനോടൊപ്പം കളിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ കുട്ടികളും കൂടി ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നതാണ്. എനിക്ക് സഹിക്കാൻ പറ്റാതെ എന്തിനെ ഇങ്ങനെ ചെയ്ത് എൻ്റെ മകൻ്റെ ജീവനെടുക്കാൻ എന്തിനിവരെ സഹായിച്ചു, ആരെ സഹായിച്ചു, എന്തിനു സഹായിച്ചു, എന്തിനിവരിങ്ങനെ ചെയ്തത് എനിക്കറിയില്ല. ചെറിയ സന്തോഷമുണ്ട്. എന്നാലും 12 വർഷം കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങുന്നല്ലേ ചെയ്യുക. ആർക്കും തൂക്കുകയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ആരും നിരാശയില്ല. എനിക്ക് വധശിക്ഷയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആർക്കും അത് കിട്ടണം തന്നെയാണെന്ന് ആഗ്രഹം. ഒരമ്മക്കും ഒരു പങ്ങൾക്കും ഈ ഗതി ഉണ്ടാകാൻ പാടില്ല ഇനി ഒരിക്കലും. വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും ആർഎസ്എസിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയാണെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന പ്രതിഭാഗം വ്യക്തമാക്കി. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി ഉണ്ടായിരിക്കുന്നത്. കുടുംബം ആശ്വാസം എന്ന് പ്രതികരിക്കുന്നു. എങ്ങനെയാണ് വിധി പ്രസ്താവത്തെ കാണേണ്ടത്? വിനീത, 2005 ഒക്ടോബർ മാസം 3-ാം തീയതിയാണ് കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ CPIഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമൊക്കെയായി പ്രവർത്തിച്ചിരുന്ന റീജിത്തിനെ RSS സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ ഈ പ്രതികളാക്കിയിട്ടുള്ള എല്ലാവരും കുറ്റക്കാരാണ് എന്നുള്ളത് കോടതി പ്രസ്താവന നടത്തിയത്. അതിന് പിന്നാലെ ഇന്ന് ശിക്ഷാവിധി കോടതി നടത്തിയിരിക്കുകയാണ്. എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗമായി വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ കേസിലും പ്രത്യേകം അതായത് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വധശ്രമം, അതുപോലെ തന്നെ അന്യായമായി സംഘം ചേർന്ന് ലഹളയുണ്ടാക്കൽ, തടഞ്ഞുവെക്കൽ എന്ന വകുപ്പുകളാണ് ഈ പറയുന്ന 9 പ്രതികൾക്കും ചുമത്തിയിട്ടുള്ളത്. അതിനു പുറമെ കേസിലെ 1, 2, 4, 5, 6, 10 തുടങ്ങിയിട്ടുള്ള പ്രതികൾക്കെതിരെ 3 കൊല്ലത്തെ മറ്റ് ചില വകുപ്പുകൾ കൂടി ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ വിധി പ്രസ്താവം വന്നിരിക്കുന്നു എന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ആ കുടുംബം ഉൾപ്പെടെ നോക്കിക്കണ്ടത്. അമ്മയുടെ പ്രതികരണം, അതായത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ, വധശിക്ഷ ഉൾപ്പെടെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത്തരത്തിലുള്ള വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആശ്വാസമാണ് എന്നുള്ളതാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുള്ള ഒരു പ്രതികരണം പ്രതിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള BJP നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ വിധി വന്നിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്. 19 വർഷത്തെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ റിജിത്ത് വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള 9 RSS BJP പ്രവർത്തകർക്കെതിരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ശിക്ഷ ഓരോ വകുപ്പുകളിലും പ്രത്യേകം ശിക്ഷ അനുഭവിക്കണമെന്നുള്ള കാര്യം കൂടി ഈ കോടതിയുടെ വിധി പ്രസ്താവത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വിനീത. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത് തലശ്ശേരിയിൽ നിന്ന്.